ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കുറച്ച് നേരത്തെ ഒരു ഓട്ടപ്പാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ കുറച്ച് വൈകിട്ടാണ് കേട്ടോ എണീറ്റപ്പോൾ എന്നും വൈകി എണീക്കണേ. ചോറിനൊക്കെ വെള്ളം വെച്ചു. ഇന്നത്തെ ചായക്ക് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല ഇത് കുത്തരീൻ്റെ ചോറും കൂടി അരിച്ച ദോശയായതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് എല്ലാവർക്കും വേണ്ടിയിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. പിന്നെ തലേദിവസത്തെ ചോറുണ്ടായിരുന്നു, അതും തിളപ്പിക്കാൻ വെച്ചു. പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ കറി ഇന്നലത്തെ തലേദിവസത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തേങ്ങ അരച്ചിട്ട് ഒരു കുറുമ പോലെ അങ്ങനെയാക്കി, അപ്പോൾ ദോശയ്ക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ, അങ്ങനെയാക്കി വെച്ചു. പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും രാവിലെ ഒരു കോഫി നിർബന്ധമാണ്. അങ്ങനെ ഞാനൊരു കോഫിയൊക്കെ കുടിച്ച് വന്നപ്പോഴത്തേനും എണീറ്റ് അവളെയും റെഡിയാക്കി ഇതേ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലോകത്തുള്ള സർവ്വ കഥകളും പറയണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇച്ചിരിയെങ്കിലും അന്ന് കഴിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ കഴിപ്പിച്ച് അവളെ സ്കൂളിൽ വിട്ടിട്ട് വേണം എനിക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാൻ. നമ്മളിതേ ഇങ്ങനെ നടന്ന് ആ റോഡിൻ്റെ മുകളിൽ അവിടെ വണ്ടി വരുള്ളൂ, താഴോട്ട് ഇറങ്ങൂല. അപ്പോൾ നമ്മൾ ആളെ അവിടെ ആക്കി വെക്കണം, നിർത്തിയിട്ട് കയറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊരു സമാധാനപരമായിട്ടിരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ദോശയും കറിയൊക്കെ എടുത്ത് ചായയൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ തിരിച്ച് അടുക്കളയിൽ വന്നപ്പോൾ ലോഡ് പാത്രങ്ങളും അച്ഛൻ മീനും ബീഫും ഒക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കേതൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് മീനാണ് കേട്ടോ മേടിച്ചത്. അത് കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കറി വെക്കാനായിട്ട് അടപ്പത്ത് വെച്ച് എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് വേണം എനിക്കിനി കിളികൾക്കും മീനുകൾക്കൊക്കെ ഫുഡ് കൊടുക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ കറി അടപ്പത്ത് വെച്ചിട്ട് ഞാൻ നേരെ മേളിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന കുറച്ച് പേരാണ് ഇവർ. സ്ഥിരം നമ്മൾ വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർ. അപ്പം ഞാൻ കേജ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ കുറ്റിയും കൊളുത്തൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നിട്ടില്ല കേട്ടോ. അതായിരുന്നു നമ്മുടെ കുറ്റിയും കൊളുത്തും മോശമാണ് കാണിക്കണത്, എന്നാലും കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് തുളസിയിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അതുങ്ങൾ നോക്കിയിരിക്കണുണ്ടോ, എന്നെ മാത്രം പ്രതീക്ഷിച്ചിരിക്കണവരാണ്. അങ്ങനെ തുളസിയിലൊക്കെ കൊടുത്ത് മീനുകൾക്ക് ഫുഡ് കൊടുത്തു. അങ്ങനെ ഒരു സങ്കടമായിട്ടുള്ള ഒരു സീനാണ് കേട്ടോ. നമ്മുടെ ഒറാൻഡോ ഗോൾഡ് ഫിഷ് ചത്തുപോയി. 2 പേരുണ്ടായിരുന്നു. ഇനി ഫുഡ് കൂടിപ്പോയതാണോ കാരണം എന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഒരു ചെറിയ ഇടിഞ്ചൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അത് നല്ലോണം വേവിച്ച് അങ്ങ് തോരൻ വെച്ച് തേങ്ങയൊക്കെ ഒതുക്കിയിട്ടിട്ട് പിന്നെ മീൻകറിയും സെറ്റായി. അങ്ങനെ ഇരുന്നു. പിന്നെ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു. ആ പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ വൃത്തിയാക്കി. എന്താ പറയുക, രാവിലത്തെ ഒരു വലിയൊരു പണി അങ്ങ് കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ വൃത്തിയായി കിടക്കണം കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം, നടുവൊന്ന് നിവർത്താലോ എന്ന്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ചു വാരുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കണമല്ലോ, നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു വാരണം. അങ്ങനെ അടുക്കളയൊക്കെ ഒന്ന് സെറ്റാക്കി നമ്മൾ റൂമിലേക്ക് ചെന്നപ്പോഴാണ് കഥ ഇങ്ങനെ. അമ്പോ, ഒരാൾ സ്കൂളിൽ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ഈ റൂമിൻ്റെ. പിന്നെ ഒരു പ്രകാരത്തിൽ ഓരോ സൈഡിൽ നിന്ന് ഒതുക്കി വന്നു. നിങ്ങളുടെ ഇങ്ങനെ മക്കളുള്ള വീട്ടിലറിയാം, എവിടെ നോക്കിയാലും ഇതുപോലത്തെ ചെറിയ ചെറിയ ക്രയോൺസ്, പെൻസില്, പേന ഇതൊക്കെ കിടക്കുന്നുണ്ടാവും കട്ടിലിൽ. പിന്നെ കട്ടിലിൻ്റെ തലവേണിക്ക് കവറിൻ്റെ ഉള്ളിൽ. ഇവിടെ ഒരു 10 മക്കളുള്ളതിൻ്റെ അവസ്ഥയാണ് എനിക്കിവിടെ. കാരണം ആൾ ഭയങ്കര കുസൃതി, സൈലൻ്റ് ആയിട്ടിരിക്കും. പക്ഷെ ചെയ്യണം മുഴുവനും ഇങ്ങനത്തെ കുസൃതി തരങ്ങളാണ്. എവിടെ നോക്കിയാലും വളകളും ക്രയോൺസും ഒക്കെ കാണും. അതൊക്കെ കഴിഞ്ഞ് റൂമൊക്കെ ഒന്ന് വൃത്തിയായി എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഒന്ന് ഒതുക്കി പറക്കി വന്നു കഴിഞ്ഞപ്പോഴത്തേനും തിരിച്ച് നമ്മൾ ഹാളിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു ദിവാങ്കോട്ട് കിടപ്പുണ്ട് കേട്ടോ. അതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഒരു കവറിൽ നിറഞ്ഞ് കളിപ്പാട്ടം അടുക്കി വെച്ചതാണ്. രാവിലെ എല്ലാം നിരത്തി ഇതെല്ലാം ഭംഗിയാക്കി വെച്ചു. കുഞ്ഞുമക്കളുള്ള വീട്ടിലെ എല്ലാ അമ്മമാരുടെയും പണി ഇതൊക്കെ തന്നെയാണല്ലേ. അപ്പോൾ ഏകദേശം 12:30 ആയിട്ടോ. നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞു. ഇനി 2 മണിയാകുമ്പോഴത്തേനും സ്കൂളിൽ പോകണം. മോളുടെ പേരൻസ് മീറ്റിംഗ് ആണ്. 3rd ടൈം തുടങ്ങുകയാണല്ലോ. അപ്പോൾ എക്സാമിൻ്റെ പേപ്പേഴ്സും പിന്നെ ഫീസ് അടയ്ക്കാനുണ്ട്, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.